بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വഅദിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്നലെ നാം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന സൂറത്ത്, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൈവരിച്ച യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് 7 ഗുണങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു എടുത്തു പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹു പഠിപ്പിച്ചു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ നിശ്ചയം വിജയം കൈവരിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ചിലത് ഇന്നലെ നാം പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് ഒരുപാട് ലക്ഷണങ്ങൾ അവിടുത്തെ ഹദീസുകളിൽ വിവരിച്ചിട്ടുണ്ട്. സത്യവിശ്വാസത്തിന്റെ മധുരം അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിക്കുന്നതിലാണ് എന്നും അല്ലാഹുവിനു വേണ്ടി ഏതൊന്നിനെയും സ്നേഹിക്കുന്നതിലാണെന്നും അതുപോലെ ഈമാൻ നഷ്ടപ്പെട്ട് അവിശ്വാസത്തിലേക്ക് നീങ്ങുന്നത് തീയിലെറിയപ്പെടുന്നത് പോലെ വെറുക്കുന്ന മാനസികാവസ്ഥയുള്ളവനാണ് ഈമാനിന്റെ മധുരം എത്തിക്കുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും പോലും സ്നേഹിക്കുമ്പോൾ മാത്രമേ ഒരാൾ സത്യവിശ്വാസിയാവുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അവൻ ഈമാൻ പൂർത്തീകരിച്ചു. ആര്? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. വഅബ്ഗദ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. വഅതാ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. വമനഅ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ, ആ മനുഷ്യനും ഈമാൻ ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരും തമ്മിൽ അന്തരമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് നിസ്കാരം. നിസ്കാരം നിർവഹിക്കുമ്പോൾ ഉന്മേഷത്തോടെയും ആവേശത്തോടെയും ഭയഭക്തിയോടെയും മനസ്സിന്റെ നിറസാന്നിധ്യത്തോടെയും നിസ്കരിക്കുക എന്നത് യഥാർത്ഥ ഈമാൻ ഹൃദയത്തിൽ കുടികൊള്ളുന്ന മനുഷ്യന്റെ സ്വഭാവമാണ്. അതേസമയം ഈമാൻ ഇല്ലാതെ ബാഹ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാചകം ഉച്ചരിക്കുകയും അതുപോലെ മുസ്ലിങ്ങളുടെ കൂടെ ജീവിക്കുകയും ബാഹ്യമായി മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ധാരാളം മുനാഫിഖുകൾ, കപടവിശ്വാസികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കക്ഷികൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവർ അല്ല, ബഹുമാനിച്ചവർ അല്ല, മനസ്സുകൊണ്ട് അംഗീകരിച്ചവർ അല്ല. പക്ഷേ അവരും ചിലപ്പോൾ നിസ്കാരം നിർവഹിക്കും. അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. ഇന്നൽ മുനാഫിഖീന, കപടവിശ്വാസികളായ മുനാഫിഖുകളായ ആളുകൾ യുഖാദിഊന അല്ലാഹ്, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. അവർ അല്ലാഹുവിനെ വഞ്ചിക്കാമെന്നാണ് അവരുടെ ധാരണ. അവരുടെ നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും സഹാബികളുടെ കൂടെയും ബാഹ്യമായി അവർ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിവരം അവർ മൂടിവെക്കുകയാണ്. അവർക്ക് ദീനിനോട് കൂറില്ല,
അല്ലാഹുവിനോട് ഭക്തിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമില്ല. അവർ ബാഹ്യമായ പ്രകടനങ്ങൾ നടത്തുന്നവരാണ്. അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്ന രൂപത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ വഹുവ ഖാദിഉഹും, അവരുടെ സർവവഞ്ചനകൾക്കും പ്രതിഫലം കൊടുക്കാൻ അറിയുന്നവനും കഴിയുന്നവനും അവരുടെ കുതന്ത്രങ്ങൾക്ക് പകരം എല്ലാ നിലക്കും അവരെ പരാജയപ്പെടുത്താൻ ആവശ്യമായതൊക്കെയും ചെയ്യാൻ സാധിക്കുന്നവനുമാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മനസ്സിന്റെ അടിത്തട്ടിൽ ഈമാൻ കടന്നിട്ടില്ലാതെ അതേ സമയത്ത് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം ഭക്തിപൂർവമല്ല, പടച്ചവനോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ പേരിലല്ല. അങ്ങനെയുള്ള മുനാഫിഖുകളെ സംബന്ധിച്ച് പറയുകയാണ്, വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. അവർ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ, അവർ നിസ്കരിക്കാൻ തയ്യാറായാൽ ഖാമൂ കുസാല, അവർ മടിയന്മാരായ നിലക്ക് നിസ്കരിക്കുന്നവരാണ്. അവർ തീരെ നിസ്കരിക്കാത്തവരാണെന്നല്ല അല്ലാഹു പറയുന്നത്. അവരും നിസ്കരിക്കാൻ തയ്യാറാകും, പക്ഷേ ആ നിസ്കാരം മടിയൻ നിസ്കാരമാണ്. സന്തോഷപൂർവമുള്ള നിസ്കാരമല്ല, ഉന്മേഷപൂർവമുള്ള നിസ്കാരമല്ല, ആവേശപൂർവമുള്ള നിസ്കാരമല്ല, മറിച്ച് മടിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ്. എന്തിനവർ നിസ്കരിക്കുന്നു? യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ അവർ നിസ്കരിക്കുന്നുവെന്ന് കാണിക്കുകയാണ്. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നിസ്കാരമല്ല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അവർ വളരെ കുറച്ച് മാത്രമേ അല്ലാഹുവിനെ സ്മരിക്കുന്നുള്ളൂ. അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുക എന്നത്, മനസ്സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കുക എന്നത്, അവരുടെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിനോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുക എന്നത്, അത് വളരെ കുറച്ച് മാത്രമാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. ഇവിടെ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു കപടവിശ്വാസികളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവരെ നിസ്കാരത്തിൽ ഭക്തിയില്ല, അവരുടെ നിസ്കാരത്തിൽ അല്ലാഹുവിനോടുള്ള ആദരവില്ല. ബാഹ്യമായൊരു പ്രകടനം മാത്രമാണത്. ആ കാണിക്കുന്നത് തന്നെ അവർ മടിയന്മാരായി നിസ്കാരത്തിനോട് താല്പര്യമില്ലാതെ ചെയ്യുകയാണ്. ഇതൊരിക്കലും തന്നെ മുഅ്മിനീങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാം മനസ്സിലാക്കണം, നിസ്കാരം എന്നത് നമ്മുടെ രാജാവുമായുള്ള സംഭാഷണമാണ്. നമ്മുടെ രാജാവുമായുള്ള സംഭാഷണമാണ്. നമുക്കെല്ലാം തന്ന റബ്ബ്, കുടിക്കാൻ വെള്ളം തന്ന റബ്ബ്, കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബ്, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന റബ്ബ്, കണ്ണിന് കാഴ്ച തന്ന റബ്ബ്, കാലിന് കഴിവ് തന്ന റബ്ബ്, കൈക്ക് ശേഷി തന്ന റബ്ബ്. സുബ്ഹാനല്ലാഹ്, അവൻ തന്നതൊക്കെയുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്ന റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തന്ന അനുഗ്രഹങ്ങൾ അവൻ കൽപ്പിച്ചതിന് വിരുദ്ധമായി, അവൻ വിരോധിച്ചതിൽ തന്നെ നാം ചെലവഴിച്ചിട്ട് പോലും നമ്മെ പെട്ടെന്ന് ശിക്ഷിക്കാതെ പിന്നെയും പിന്നെയും നമുക്ക് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാനും നന്നാകാനും ചാൻസ് തന്ന റബ്ബ്. പാപം ചെയ്തവനെ വിളിച്ചിട്ട് നീ എന്നോട് ഖേദിച്ച് മടങ്ങിയാൽ ഞാൻ മാപ്പ് തരുമെന്ന് ഇങ്ങോട്ട് പറയുന്ന റബ്ബ്. ആ റബ്ബിനെയല്ലേ മനുഷ്യൻ സ്നേഹിക്കുന്നത്? ആ രാജാവിനെയല്ലേ മനുഷ്യൻ ഏറ്റവും മനസ്സിന്റെ അടിത്തട്ട് ആദരിക്കുന്നത്? ആ രാജാവിനോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ പേരിൽ ആ രാജാവിന് സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വണക്കമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് നിസ്കാരം എന്നത്. ഇത് നമ്മുടെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള ബോധമായി നിലനിൽക്കണം. നിസ്കാരം അത് അതബോടെ നിർവഹിക്കേണ്ട ഒരു അമലാണ്. ആരുടെ മുന്നിൽ? അതൊരു സൃഷ്ടിയുടെ മുന്നിൽ ചെയ്യുന്ന കർമ്മമല്ല, സൃഷ്ടാവിന്റെ മുന്നിൽ ചെയ്യുന്ന കർമ്മമാണ്. ആ സൃഷ്ടാവിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം,
ആലിമുസ്സിർരി വഅഖ്ഫാ, അതേ അവൻ രഹസ്യം അറിയുന്നവനാണ്, അവൻ പരസ്യം അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അവനറിയാം, മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചത് അവനറിയാം. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് തന്നെയാണോ മനസ്സിലുള്ളത്, മനസ്സിലുള്ളത് തന്നെയാണോ സംസാരിക്കുന്നത്? പ്രവർത്തിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അല്ല കാപട്യത്തിന്റെ പ്രവർത്തനമാണോ? ഓരോന്നും ഏറ്റവും നന്നായി അറിയുന്ന രാജാവ്, ആ രാജാവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, ഓ മുസ്ലിം സഹോദരിമാരെ, ഓ മുസ്ലിം സഹോദരന്മാരെ, 1-2 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് ഒരുപാട് മാസങ്ങൾ കൊല്ലങ്ങൾ മെനക്കെട്ട് ഒരുപാട് നിയമങ്ങളെയും പാലിച്ച് നമ്മൾ പോകുന്ന ഹജ്ജ് കർമ്മമില്ലേ, നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നമ്മൾ സാധുക്കൾക്ക് കൊടുക്കുന്ന വിഹിതമായ സക്കാത്തില്ലേ, സുബ്ഹാനല്ലാഹ്, സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ എല്ലാ ആശകളിൽ നിന്നും മാറി നിന്ന്, അതേ വളരെയേറെ ദാഹവും വിശപ്പും സഹിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന നോമ്പുകളില്ലേ, ഇതുപോലുള്ള ഇബാദത്തുകളൊക്കെയും വെച്ചിട്ട് അതാ ഒരു മുസ്ലിമിനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമല്, ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്ത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവന് പറയാനുള്ളത്, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ, സർവ അമലുകളിലും വെച്ച് ഏറ്റവും ബഹുമാനമുള്ള പ്രവർത്തനം അസ്സലാ, നിസ്കാരമാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ നിസ്കാരത്തിന് ഇത്ര വലിയ ബഹുമാനമുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മുടെ അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ടങ്ങ് പറഞ്ഞ് കുറച്ച് കുനിയുകയും നീരുകയും ചെയ്ത് അതാ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒരു സലാമും പറഞ്ഞ് പിരിഞ്ഞു പോരുന്നതിന് ഹജ്ജിനേക്കാൾ വലിയ ബഹുമാനമോ, നോമ്പിനേക്കാൾ വലിയ ബഹുമാനമോ, സക്കാത്തിനേക്കാൾ വലിയ ബഹുമാനമോ? ഇവിടെയാണ് നിങ്ങൾ നിസ്കാരത്തിന്റെ ആത്മാവെന്താണെന്ന് ചിന്തിക്കണം. ആത്മാവില്ലാത്ത നിസ്കാരം, ആത്മാവില്ലാത്ത നിസ്കാരം ഭക്തിയില്ലാത്ത നിസ്കാരമാണ്, ഖുശൂഇല്ലാത്ത നിസ്കാരമാണ്. അവനവന്റെ മനസ്സിനോട് ചോദിക്കണം, എന്റെ നിസ്കാരം സാലിഹീങ്ങളെ നിസ്കാരമാണോ, മുനാഫിഖീങ്ങളെ നിസ്കാരമാണോ? മുനാഫിഖിന്റെ നിസ്കാരം ആവേശമില്ലാത്ത നിസ്കാരം, ഉന്മേഷമില്ലാത്ത നിസ്കാരം. ആ നിസ്കാരം റബ്ബിനുള്ള സമർപ്പണമെന്ന നിലയ്ക്ക് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന നിസ്കാരമായി മാറുന്നില്ല. അതാണ് മുനാഫിഖിന്റെ നിസ്കാരം. അവർ വെറും ബാഹ്യമായ പ്രകടനം മാത്രമാണ്. അതേസമയത്ത് മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരമോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈന അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരുന്നവരാണ്, പോകുന്നവരാണ്. അല്ലാഹുവിനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരാണ്. ആ റബ്ബ് ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനാണ്. ആ റബ്ബ് ധിക്കാരങ്ങൾക്ക് ശിക്ഷ നൽകുന്നവനാണ്. ആ റബ്ബ് എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്താൻ സംവിധാനം വെച്ചവനാണ്. അതിന് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചവനാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചുള്ള റിക്കാർഡുകൾ ഓരോ മനുഷ്യന്റെ മുന്നിലും ഹാജരാക്കുന്നവനാണ്. അതിന്റെ പുറമെ മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കിയിട്ട് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവനൊരു ഉദ്യോഗസ്ഥന്റെയും ആവശ്യം ഇല്ല. അവനൊരു റിക്കാർഡും തെളിയിക്കേണ്ടതില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ
രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാവരെക്കാളും അറിയുന്നവനാണ്. അങ്ങനെയുള്ളൊരു റബ്ബുണ്ടല്ലോ എനിക്ക്, ആ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമല്ലോ, ആ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ടല്ലോ, ആ റബ്ബിന്റെ മുന്നിൽ എന്നെ വിചാരണ ചെയ്യുന്നുണ്ടല്ലോ. ഈ നിലക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന ഉറപ്പ് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് ഭക്തിയോടെ നിസ്കരിക്കുന്നവരെ നിസ്കാരം, ആ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് നിസ്കാരത്തിന് മടി തോന്നുന്നില്ല, നിസ്കാരത്തിന് ഭാരം തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരം അതുകൊണ്ട് ഫലമുണ്ടെന്നവർക്ക് ഉറപ്പുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ ഒരുപാട് ദുഷ്ഫലങ്ങളുണ്ടെന്നവർക്ക് ഉറപ്പുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ ഒരുപാട് തകരാറുണ്ടെന്നവർക്ക് ഉറപ്പുണ്ട്. നിസ്കരിച്ചാൽ ഒരുപാട് സമ്മാനമുണ്ടെന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമ്മാനം വാങ്ങാൻ വേണ്ടി അവരെത്ര തന്നെ ഉറക്കമൊഴിക്കുന്നതിനും അവർക്ക് പ്രയാസമില്ല. അവർക്ക് ഏത് പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനും അവർക്ക് മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു രോഗം ബാധിച്ച മനുഷ്യന് ആ രോഗത്തിന് ചികിത്സ ഇന്നതാണെന്നും ആ ചികിത്സ ഇന്ന ഡോക്ടറുടെ സമീപത്താണെന്നും അത് ഇന്ന ആശുപത്രിയിലാണെന്നും അതിന്റെ മരുന്ന് ലഭിക്കാൻ ഇത്ര പ്രയാസമുണ്ടെന്നും ആ മനുഷ്യൻ അറിഞ്ഞാൽ, ശരിക്കവന് ബോധ്യമുണ്ടെങ്കിൽ ആ മരുന്ന് ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് എത്രയും ചെലവഴിച്ച് പോകാൻ അവനൊരു പ്രയാസം തോന്നുന്നില്ല. അവിടെ എത്തണം എന്നത് മാത്രമാണ് അവന്റെ ആവേശം, അവന്റെ ചിന്ത ആ ആശുപത്രിയിൽ എത്തണമെന്നതാണ്, ആ ഡോക്ടറെ ഒന്ന് കാണണമെന്നതാണ്. അതിനെത്ര തന്നെ ക്യൂവിൽ നിന്നാലും അവന് പ്രശ്നമില്ല, അതിനെത്ര തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നാലും അവന് ബുദ്ധിമുട്ടില്ല, അവൻ എത്ര തന്നെ പണം കൊടുത്താലും അവന് പ്രയാസം ഇല്ല. അവൻ ആ ആശുപത്രിയിലെ ആ വലിയ ഓപ്പറേഷന് വിധേയമാകാൻ അവൻ എത്ര തന്നെ ലക്ഷങ്ങൾ കൊടുക്കാനും മടിയില്ല. അതിന്റെ ഡേറ്റ് കിട്ടലാണ് അവന്റെ ആവേശം, ആ ഡേറ്റ് കിട്ടാനാണ് അവൻ ആലോചിക്കുന്നത്, ആ ആശുപത്രിയിലേക്ക് പോകാനാണ് അവൻ ചിന്തിക്കുന്നത്. എന്തേ കാരണം? എന്റെ രോഗത്തിന് ചികിത്സ ഇവിടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫലമുണ്ട്, അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്ക് അതുകൊണ്ട് നീങ്ങിപ്പോകാനുണ്ട് എന്നൊരു മനുഷ്യൻ ഉറപ്പിക്കുമ്പോൾ അവൻ ആശുപത്രിയിൽ പോകുന്നതിന് വിഷമമില്ലല്ലോ, അതിനുവേണ്ടി ഉറക്കമൊഴിക്കുന്നതിന് പ്രയാസമില്ലല്ലോ, അതിന് പണം ചെലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഏത് രംഗത്തും അവൻ ഏത് പ്രയാസങ്ങളും ചെറുതായി കണ്ട് അവൻ ഭക്തിയോടെ നിസ്കരിക്കുന്നുണ്ടല്ലോ. وإنها لكبيرة إلا على الخاشعين. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവർ, അല്ലാഹുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്നുറപ്പിച്ചവർ, അല്ലാഹുവിങ്കൽ പ്രതിഫലമുണ്ടെന്ന് ആലോചിച്ചവർ, ആ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിനവർക്ക് എന്ത് പ്രയാസം നേരിടുന്നതും അവരൊരു പ്രയാസമായി കാണുന്നില്ല. അതേ സമയത്ത് ഈ ഉറച്ച വിശ്വാസം ഖൽബിലില്ലാത്ത കപട വിശ്വാസികൾ, وإنها لكبيرة إلا على الخاشعين. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോവുക ഒരു വലിയ പ്രയാസമായി കാണുന്നു, സുബഹിക്ക് എഴുന്നേൽക്കുക വലിയ പ്രയാസമായി കാണുന്നു, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക വലിയ പ്രയാസമായി കാണുന്നു. സുബ്ഹാനല്ലാഹ്, നിസ്കാരം എങ്ങനെയെങ്കിലും ഒന്ന് ചുരുക്കി കിട്ടാൻ എന്താണ് കാര്യം, കുറഞ്ഞു കിട്ടാൻ എന്താണ് വകുപ്പ്, അത് നീളമില്ലാതിരിക്കാൻ എന്താണ് വകുപ്പ്, ഇങ്ങനെ അവർ നിസ്കാരത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. സഹോദരന്മാര് ചിന്തിക്കണം. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വഇന്നഹാ ലകബീറത്തുൻ, ആ നിസ്കാരം വലിയ ഭാരമായി തോന്നുകയാണ്. ആർക്ക്? ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക്, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ജനങ്ങൾക്ക്. നേരെ മറിച്ച് വിശ്വാസമുള്ളവന് ഏറ്റവും സന്തോഷമുള്ള രംഗം അവന്റെ രാജാവിനോട് സംഭാഷണം നടത്തുന്ന രംഗം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു വലിയ ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുമ്പോൾ എന്തൊരഭിമാനമാണ്. ഒരു വലിയ മന്ത്രിയുമായോ രാജാവുമായോ സംസാരിക്കുമ്പോൾ എന്തൊരഭിമാനമാണ്, സന്തോഷമാണ്. നാം ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു പണ്ഡിതനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടി അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന തോന്നലാണ്. നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു വലിയനോട്, ഒരു മഹാനോട്, ഒരു സാലിഹിനോട്, സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് മറ്റൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മളൊരു കാര്യവും അറിയുന്നില്ല. ആ സമയത്ത് ടെലിഫോൺ നമ്മൾ പൂട്ടിവെക്കുകയാണ്. കാരണം ഞങ്ങൾ ആ വലിയ
വലിയ മഹാനുമായി സംസാരിക്കുമ്പോൾ ഫോൺ അടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോൺ നമ്മൾ അതാ പൂട്ടിവെക്കുകയാണ്. ആ സമയത്ത് മറ്റൊരാളെങ്കിലും വിളിക്കുമ്പോൾ വിളിച്ച മകനോട് നമുക്ക് വെറുപ്പ് പിടിക്കുകയാണ്, വിളിച്ച മറ്റുള്ളവരോട് നമുക്ക് വെറുപ്പ് പിടിക്കുകയാണ്. കാരണം ഈ മഹാനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സ് മറ്റൊന്നിലേക്ക് തിരിയാതെ പൂർണ്ണമായി അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന ആവേശമാണ്. ഓ സഹോദരാ, ഇത് ഭൂമിയിൽ ജീവിക്കുന്ന അതേ സൃഷ്ടികളോട്, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ ആ സംഭാഷണത്തിന്റെ രൂപം ഇതാണെങ്കിൽ ചോദിക്കട്ടെ, ആകാശങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അതേ നക്ഷത്രങ്ങളും ഗാലക്സികളും അതുപോലെ എല്ലാ സൃഷ്ടികളും ഇവിടെ പോറ്റി വളർത്തുന്ന ചെറിയ ഉറുമ്പുകൾ വരെ മുതൽക്ക് ആനകൾ വരെ എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്ന സർവാധികാരത്തിന്റെയും ഉടമസ്ഥനായ എന്റെയും നിങ്ങളുടെയും രോമം മുതൽ ശരീരം മുതൽ ആത്മാവ് മുതൽ രക്തം അതാ നടക്കുന്ന ഓരോ ഞരമ്പുകൾ മുതൽ എല്ലാം നിയന്ത്രിക്കുന്ന രാജാവുമായി നമ്മൾ സംഭാഷണം നടത്തുന്ന നിസ്കാരം, ആ നിസ്കാരം നിർവഹിക്കുന്ന സമയത്തല്ലേ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും ആവേശമുണ്ടാകേണ്ടത്, അപ്പോഴല്ലേ ഏറ്റവും സന്തോഷമുണ്ടാകേണ്ടത്, അപ്പോഴല്ലേ മനസ്സിന്റെ സാന്നിധ്യം പരിപൂർണമായി ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കൂ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് വഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ മനസ്സിന്റെ സന്തോഷം, എന്റെ കൺകുളിർക്കുന്ന സമയം ഫിസ്സലാഹ്, ഞാൻ എന്റെ രാജാവുമായി സംഭാഷണം നടത്തുന്ന നിസ്കാരത്തിലാണ് ജനങ്ങളെ. എന്റെ മനസ്സിന്റെ മുഴുവൻ സന്തോഷവും നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെയല്ലേ സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ, അതേ ത്വായിഫിലേക്ക് ചെന്നപ്പോ ആ ത്വായിഫിലുള്ള ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു, കാലിന് പരിക്ക് പറ്റി, കാലിൽ നിന്ന് രക്തം ഇങ്ങനെ പൊട്ടി ഒലിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട്, ഓ നബിയേ, ഓ നബിയേ, അങ്ങയുടെ കാലെറിഞ്ഞ് പൊട്ടിച്ച ഈ വിഭാഗത്തെ ഞാനങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട വേണ്ട, അവരിൽ ഒരൊറ്റ മനുഷ്യനെങ്കിലും പിന്നീട് നന്നായെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ സന്താന പരമ്പരകളിൽ ആരെങ്കിലും നന്നായെങ്കിലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, എന്റെ ജനങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, വിവരമില്ലാത്ത ജനങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, അല്ലാഹുമായുള്ള സംഭാഷണമായ നിസ്കാരം, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ കൺകുളിർക്കുന്നത് അത് നിസ്കാരത്തിലാണെന്ന് പറഞ്ഞില്ലേ. ആ സന്തോഷകരമായ സംഭാഷണം യജമാനനായ റബ്ബുമായി നടത്തുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കഴുത്തിൽ ചാർത്തിക്കൊടുത്തപ്പോൾ അവിടുത്തേക്കത് സഹിച്ചില്ല. എന്റെ രാജാവുമായി ഞാൻ സംഭാഷണം നടത്തുമ്പോ നജസുകൾ കൊണ്ടുവന്ന്, അതേ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കഴുത്തിൽ ഇട്ടുകൊടുത്തപ്പോ അതവിടുത്തെ മനസ്സിന് സഹിച്ചില്ല. കാരണം ഞാൻ എന്റെ രാജാവുമായുള്ള സംഭാഷണത്തിലല്ലേ. അപ്പോഴല്ലേ ഈ ശല്യം ചെയ്തത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ ഒരല്പമങ്ങ് പ്രയാസത്തിലായി പോയേ ചെറുപ്പക്കാരാ, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് കാണുന്ന പണ്ഡിതന്മാര് മുഴുവനും വയല് പറഞ്ഞിട്ടും എല്ലാ വയലിനും നീ സംഭാവന കൊടുത്തിട്ടും പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിന് കാശിന് പിരിവെടുക്കുമ്പോ അതിലും നീ പങ്കാളിയായിട്ടും അവിടെ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിക്ക് ശമ്പളം കൊടുക്കാൻ നീയും വരിസംഖ്യ കൊടുത്തിട്ടും സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സ്വഭാവമുണ്ടോ ചെറുപ്പക്കാരാ? ഉണ്ടെങ്കിൽ നീയൊന്ന് ചിന്തിക്കൂ. എന്നെയും നിന്നെയും രക്ഷപ്പെടുത്താനുള്ള നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഒട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലങ്ങിട്ട് കൊടുത്തപ്പോ അവിടുത്തേക്ക് തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയി. ആ തല ഉയർത്താൻ കഴിയാതെ മനപ്രയാസപ്പെട്ടുപോയി. സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോ ശത്രുക്കൾ അപ്പുറത്തുനിന്ന് ചിരിച്ചു, പരസ്പരം ചിരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ്ലാദം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കൊടലുകൾ എടുത്തു മാറ്റിയപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു, നിസ്കാരം കഴിഞ്ഞു. അവിടുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുവേ നീയുമായി സംഭാഷണം നടത്തുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് എന്നെ ശല്യം ചെയ്ത ഈ ഖുറൈശികൾ അവരെ നീ നശിപ്പിക്കണേ അല്ലാഹ്. നേരത്തെ കാലിന് എറിഞ്ഞ് പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചപ്പോ അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അതേസമയം അവിടുന്ന് ഏറ്റവും സന്തോഷമുള്ള സമയം, രാജാവുമായി സംഭാഷണം നടത്തുന്ന സമയം, നിസ്കാരം നിർവഹിക്കുന്ന സമയം, അതെന്തൊരു സന്തോഷത്തിലാണ് പ്രവർത്തനം, എന്തൊരു ആവേശത്തിലാണ് ആ സംഭാഷണം. ആ സംഭാഷണം നടത്തുമ്പോ ശല്യം ചെയ്തപ്പോൾ അവിടുത്തേക്ക് സഹിച്ചില്ല. അവിടുന്ന് അങ്ങ് പ്രാർത്ഥിച്ചുപോയി, അവരെ നീ നശിപ്പിക്കണേ അല്ലാഹ്. പേരെടുത്ത് ഓരോരുത്തരുടെ പേരെടുത്തങ്ങ് പ്രാർത്ഥിച്ചുപോയി. അന്ന് ആരുടെയൊക്കെ പേരെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പേടിച്ചു വിറച്ചു കേട്ടോ. കാരണം അവർക്കറിയാം മുഹമ്മദ് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുമെന്ന് അവർക്കറിയാം. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടിയില്ല. വെളിച്ചം അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അവർ നബിയോടുള്ള അസൂയയും അതുപോലെ മറ്റു കാര്യവും കൊണ്ട് സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ ആ കക്ഷികൾക്കറിയാം മുഹമ്മദ് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും. അതിനാൽ അവർ തന്നെ മനസ്സുകൊണ്ട് വേദനിച്ചു മുഖം കറുത്തു. പിന്നീട് ബദർ യുദ്ധം നടന്നപ്പോ ബദറിലെ പൊട്ടക്കിണറ്റിലെറിയപ്പെട്ടവരൊക്കെ അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്ന മുശ്രിക്കുകളായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾ ഓർക്കണം, നിസ്കാരം എന്നത് ഏറ്റവും സന്തോഷമുള്ള അമല്. ആരെങ്കിലും നിസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കുന്നവരുണ്ടെങ്കിൽ അവരും പ്രത്യേകം ചിന്തിക്കണം. രാജാവായ റബ്ബ് അവന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമ്മോട് ചോദിച്ചൊരു വിഷയം, ആ ഒരു കാഴ്ച വസ്തു കൊണ്ടുപോയി റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അവൻ നമുക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ട് ആ സമയത്തത് നിർവഹിക്കുന്നില്ലെങ്കിൽ നാം ആ രാജാവുമായി വളരെ അകന്നവരല്ലേ? ചോദിക്കട്ടെ, നീയുമായി നല്ലൊരു സ്നേഹബന്ധമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ആ ക്ഷണിക്കപ്പെട്ട സമയത്ത് അന്നത്തെ ദിവസം നീ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം പോകുന്ന നിന്റെ മനസ്സിന്റെ വിഷമം എത്രയാണ്, നിന്റെ മുഖത്തുള്ള മ്ലാനത എത്രയാണ്? ഓ സഹോദര, പോകട്ടെ, ക്ഷണിക്കപ്പെട്ട ദിവസം തന്നെ 10 മണി സമയത്ത് കല്യാണത്തിനെത്തണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം 2 മണിക്കോ 3 മണിക്കോ നീ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോ നിന്റെ മനസ്സിന്റെ വിഷമം എത്ര, നിന്റെ മനസ്സിലുള്ള ബേജാറെത്ര, അവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയല്ലേ? എന്നാ സഹോദര, എല്ലാം തന്ന രാജാവ് ഇന്ന് നീയും ഞാനും ശ്വസിച്ച ഓക്സിജൻ എത്ര, എടുത്ത ശ്വാസം എത്ര, ഇന്ന് നീയും ഞാനും നമ്മുടെ ഹൃദയം, നമ്മുടെ ഹാർട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും മിടിപ്പുകളും നടന്നതെത്ര, നമ്മുടെ നാടിമിടിപ്പുകൾ നടന്നതെത്ര, ഓരോ സെക്കൻഡിലും നമ്മെ നിയന്ത്രിച്ച റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ നമ്മുടെ ശരീരവും മനസ്സും സമർപ്പിച്ച് അവന്റെ മുമ്പിൽ ഒരു കാഴ്ചവെക്കാൻ പറഞ്ഞിട്ട് അത് കാഴ്ചവെക്കാതെ സമയം നീ നഷ്ടപ്പെടുത്തിയെങ്കിൽ പോകട്ടെ, നിസ്കാരത്തിന്റെ സമയം നീ കുറെ വൈകിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ തന്നെ ആ രാജാവിന്റെ മുമ്പിൽ ആ പ്രവർത്തനം സമർപ്പിക്കുന്ന സമയത്ത് നിനക്ക് ലജ്ജ വേണ്ടേ?
നിനക്ക് വിഷമം വേണ്ടേ? അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് നബിയെ എന്ന് ചോദിക്കുമ്പോ അസ്സലാത്തു ലി അവ്വലി വഖതിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. ഓ ഉമ്മമാരെ, നിങ്ങളിൽ പലരും ളുഹർ നിസ്കാരം അസ്റാകാൻ നോക്കുമ്പോൾ നിസ്കരിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങളെ വീട്ടിലെ ജോലിയും അതുപോലെ നിങ്ങളെ മക്കളുമായി അവരെ ഭക്ഷണം കൊടുക്കലും അവരെ പോറ്റലും വളർത്തലും അങ്ങനെ അല്ലാഹുവിൽ പ്രതിഫലം ലഭിക്കുന്ന ധാരാളം അമലുകൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ പറയട്ടെ, നമ്മൾ അസ്ർ വരെ ഉണ്ടാകും എന്നതിന് ഉറപ്പില്ലല്ലോ. അസ്ർ വരെ ഉണ്ടാകുമെന്നതിന് ഉറപ്പില്ലല്ലോ. ഒരു നിസ്കാരത്തിന്റെ സമയമായാൽ അപ്പോൾ തന്നെ മനസ്സിൽ നമ്മൾ കരുതണം, ഞാൻ ഖളാകുന്നതിന് മുമ്പ് നിസ്കരിക്കുമെന്ന് കരുതണം. അത് നിർബന്ധമാണ്. അപ്പോൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്തായാലും കരുതണം. കരുതിയാലും ഞാൻ ചോദിക്കുന്നു, ആ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം തന്നാലോ? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നമുക്ക് ആക്കട്ടെ. പക്ഷേ പെട്ടെന്ന് മരിച്ച എത്ര ആളുകൾക്കാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്? എത്ര പെട്ടെന്ന് മരിച്ചവരുടെ വീട്ടിലാണ് നമ്മൾ കയറി ചൊല്ലുന്നത്? നിസ്കാരം അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ അങ്ങ് നിർവഹിച്ചു കളയാൻ ശ്രമിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസർ നിസ്കാരം ലാസ്റ്റ് കൊണ്ടുപോയി നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് മുനാഫിഖിന്റെ നിസ്കാരം കാത്ത് ഇങ്ങനെ നിന്നു അവസാനം സൂര്യൻ അസ്തമിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു കൊത്തലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ മുഅ്മിനീങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരും പരമാവധി ആദ്യ സമയത്ത് നിസ്കരിക്കുന്നവരുമാകണം. ആ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ രണ്ട് രൂപം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? മുനാഫിഖിന്റെ നിസ്കാരം, ആവേശമില്ലാത്ത നിസ്കാരം, ഉന്മേഷമില്ലാത്ത നിസ്കാരം. ആ നിസ്കാരമാകരുത് നമ്മുടെ നിസ്കാരം. നമ്മൾ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുന്നു. വീട്ടിൽ പോയി നിസ്കരിക്കുക എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടത് പുരുഷന്മാരോടാണ്. സ്ത്രീകളോട് കൽപ്പന വീട്ടിൽ വെച്ച് നിസ്കരിക്കാനാണ്. അതുകൊണ്ട് തന്നെ കൽപ്പിച്ച സ്ഥലത്താണല്ലോ ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരു രാജാവ് ഓർഡർ ചെയ്യുന്നു, ഈ ഓഫീസിൽ ഇന്നതടക്കണം, അപ്പുറത്തെ ഓഫീസിൽ ഇന്നതടക്കണം, പുരുഷന്മാർ ഇവിടെ ക്യൂ നിൽക്കണം, സ്ത്രീകൾ അവിടെ ക്യൂ നിൽക്കണം എന്നൊരു രാജാവ് കൽപ്പിച്ചാൽ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ക്യൂ നിന്നാൽ അത് ശരിയല്ലല്ലോ. അതുപോലെ ആ രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പോയി പണമടച്ചാൽ അത് ശരിയല്ലല്ലോ. ഇതുപോലെ പുരുഷന്മാരോട് റബ്ബിന്റെ കൽപ്പന, നിങ്ങൾ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ. സ്ത്രീകളോട് റബ്ബിന്റെ കൽപ്പന, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാഹ്, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ, നിങ്ങളെ ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കരുതേ. വഅഖിംന സ്വലാഹ്, നിങ്ങൾ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും പഠിപ്പിച്ചു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ കൃത്യമായി വളരെ നേരത്തെ തന്നെ നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിസ്കരിക്കണം. പുരുഷന്മാരെ പരമാവധി പള്ളിയിൽ വന്ന് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നിസ്കാരത്തെ സംബന്ധിച്ച് ഇതേ സൂറത്തിന്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞ വിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം കൂടി നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ആയത്തുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അമല്, അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നമുക്കതിന് റബ്ബിന്റെ സമ്മാനം വേണം. റബ്ബിന്റെ സമ്മാനം നമുക്ക് ലഭിക്കണമെങ്കിൽ
അത് ഭക്തിയോടെ നിസ്കരിക്കണം. ആ നിസ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചാണ് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിശ്ചയം വിജയം കൈവരിച്ചു കഴിഞ്ഞു. ആര് വിജയം കൈവരിച്ചു? അൽ മുഅ്മിനൂൻ, പരിപൂർണ വിശ്വാസികളായ യഥാർത്ഥ വിശ്വാസികൾ വിജയം കൈവരിച്ചു. എങ്ങനെയുള്ള വിശ്വാസികളാണ്? ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അവർക്കാണ് വിജയവും അവർക്കാണ് സമ്മാനവും ലഭിക്കുന്നത്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കണം. അങ്ങനെ ഭയഭക്തിയോടുകൂടെ നിസ്കരിച്ചാൽ അതിന് വലിയ പ്രതിഫലമാണ്. ഇല്ലെങ്കിൽ നിസ്കാരത്തിന് പ്രതിഫലം ഇല്ല. ഭക്തിയില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് പ്രതിഫലം ഇല്ല. ഫത്ഹുൽ മുഈനിൽ നിങ്ങൾക്ക് കാണാം, മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിൽ ഉന്മേഷത്തോടെ കടക്കണം. ഒരിക്കലും തന്നെ ഉന്മേഷമില്ലാതെ നിസ്കാരത്തിലേക്ക് മടിയനായി കടക്കരുത്. കാരണം അല്ലാഹു ജല്ല ജലാലുഹു ഉന്മേഷമില്ലാതെ നിസ്കാരത്തിൽ കടക്കുന്നവനെ ആക്ഷേപിച്ചിട്ടുണ്ട്. വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കാരത്തിൽ കടക്കുമ്പോൾ മടിയന്മാരായി കടക്കുന്നത് കപടവിശ്വാസികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഫറാഗ് ഖൽബിൻ, ഹൃദയത്തിൽ മറ്റൊരു ചിന്തയുമില്ലാതെ മനസ്സാന്നിധ്യത്തോടെ നിസ്കാരത്തിലേക്ക് കടക്കണം. അതാണ് ഭക്തിയോടുകൂടെയുള്ള നിസ്കാരത്തിന്റെ രൂപം. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ വഫീഹാ ഖുശൂഉൻ ബിഖൽബിഹി, അത് മാത്രം പോരാ, ഹൃദയത്തിൽ പരിപൂർണമായ ഭക്തി വേണം. നിസ്കരിക്കുന്ന മനുഷ്യന് ഹൃദയത്തിൽ പരിപൂർണമായ ഭക്തി വേണം. നിസ്കരിക്കുന്ന സമയത്ത് അവൻ ഏതൊരു വിഷയത്തിലാണുള്ളത് അതല്ലാത്ത മറ്റൊന്നും തന്നെ അവന്റെ നിസ്കാരത്തിൽ ഹാജരാകരുത്. അവന്റെ മനസ്സിൽ നിസ്കാരം തന്നെയായിരിക്കണം ചിന്ത. അത് ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും നിസ്കരിക്കുമ്പോൾ നിസ്കാരം തന്നെ ചിന്തിക്കാം. ഇങ്ങോട്ടും വയല് കേൾക്കുമ്പോൾ വയല് തന്നെ ചിന്തിക്കാം, വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാം. അങ്ങനെ ഓരോന്നും ഒരു വിഷയത്തിൽ കടന്നവൻ എങ്കിലേ അവൻ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെ വയല് കേട്ടിട്ട് കാര്യമില്ല. നിസ്കരിക്കുന്നവൻ നിസ്കാരം തന്നെ ചിന്തിക്കണം, ഇല്ലേ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും. പ്രതിഫലമില്ല. ഞാൻ പറയുകയല്ല, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്, വബിജവാരിഹി, മനുഷ്യന്റെ അവയവങ്ങളെ കൊണ്ടും അവൻ ഭക്തി പ്രകടിപ്പിക്കുന്നവനാകണം. അതെങ്ങനെയാണ് അവയവം കൊണ്ടുള്ള ഭക്തി? അവന്റെ അവയവങ്ങളിൽ നിന്ന് ഒരവയവം കൊണ്ടും അവനൊന്നും പ്രവർത്തിക്കരുത്, ഒരു കളിയും അവൻ കളിക്കരുത്. നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളല്ലാതെ ഒരു ചലനവും വിരലുകൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ തലകൊണ്ടോ ഒന്നുകൊണ്ടും അവൻ ഒരു കളിയും കളിക്കരുത്. വദാലിക ലിസനാഇല്ലാഹി തആല ഫീ കിതാബിഹിൽ അസീസ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രശംസിച്ചു പറഞ്ഞതാണ്. എന്താണ്? അലാ ഫാഇലിഹി, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടൊന്നും കളിക്കാതെ, മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കാതെ പരിപൂർണ ഭക്തിയോടെ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു തആല ബഹുമാനം പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിശ്ചയം വിജയം കൈവരിച്ചു കഴിഞ്ഞു. ആര്? നിസ്കാരത്തിൽ ഭക്തിപൂർവ്വം നിസ്കരിക്കുന്നവർ, അവർ വിജയം കൈവരിച്ചു കഴിഞ്ഞു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലിന്ദിഫാഇ സവാബിസ് സ്വലാത്തി ബിന്ദിഫാഇഹി കമാ ദല്ലത്ത് അലൈഹിൽ അഹാദീസുസ് സ്വഹീഹ. ശരിക്കും മനസ്സിലാക്കി വെച്ചോ,
ഒരു ദിവസം 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരം, അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന നിസ്കാരം ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടോ? ആഖിറത്തിൽ ഉപകരിക്കുന്ന നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനും ഒന്ന് കുത്തിമറിഞ്ഞതാണോ ജീവിതത്തിൽ എന്ന് അവനവന്റെ നിസ്കാരത്തെ സംബന്ധിച്ച് ശരിക്കൊന്ന് ആലോചിച്ചോ സഹോദരാ. എന്താ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്? വലിന്തിഫായി സവാബിസ് സലാത്തി, നിസ്കാരത്തിന്റെ പ്രതിഫലം ഇല്ല കേട്ടോ. ആർക്ക്? ബിന്തിഫാഇഹി, അവനവന്റെ കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ നിസ്കാരത്തിൽ കളിക്കുന്നവനും അതുപോലെ മനസ്സിന്റെ ഉള്ളിൽ നിസ്കാരമല്ലാത്ത മറ്റൊന്ന് നിസ്കാരത്തിൽ ചിന്തിക്കുന്നവനും, അങ്ങനെയുള്ള കക്ഷികൾക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലം ഇല്ല. അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വന്തമായി പറയുന്നതല്ല. മഹാനവറുകൾ പറയുന്നു, കമാ ദല്ലത്ത് അലൈഹിൽ ഹദീസു സഹീഹ, സഹീഹായ ഹദീസുകൾ അതറിയിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സഹീഹായ ഹദീസുകൾ എന്താ പഠിപ്പിക്കുന്നത്? നിസ്കാരത്തിന് പ്രതിഫലമില്ല. ആരുടെ നിസ്കാരത്തിന് പ്രതിഫലമില്ല? കൈകൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നവൻ, കാലുകൊണ്ട് കളിക്കുന്നവൻ, തല കൊണ്ട് കളിക്കുന്നവൻ, അങ്ങനെ ശരീരം കൊണ്ട് പല ചലനങ്ങളും നടത്തുന്നവൻ, അവന്റെ നിസ്കാരത്തിന് പ്രതിഫലമില്ല. ഇതുപോലെ മനസ്സിന്റെ ഉള്ളിൽ നിസ്കാരം ചിന്തിക്കുന്നതിന് പകരം ഭൗതികമായ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാതെ നാവ് കൊണ്ട് എന്തൊക്കെയോ ഉരുവിട്ടങ്ങ് പോകുന്നവൻ, അവന്റെ നിസ്കാരത്തിന് പ്രതിഫലമില്ല. അങ്ങനെ സഹീഹായ ഹദീസുകൾ പഠിപ്പിച്ചിരിക്കുന്നുവെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്. ഇത് ചെറിയ വിഷയമാണോ? ഇത് ചെറിയ വിഷയമാണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, മുതഅല്ലിമീങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കും നിസ്കാരത്തിൽ ഖുശൂ ഇല്ലെങ്കിലും നിസ്കാരം സഹീഹാകും എന്ന് ഫിഖഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, ഓ ജനങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മനുഷ്യനോടൊരു വസ്തു വാങ്ങി, ഒരു മഹാനായ ഒരു വലിയ മനുഷ്യനോടൊരു സാധനം വാങ്ങി, ആ സാധനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ നിങ്ങളൊരു വസ്തു തിരിച്ചു കൊടുക്കുമ്പോ ആ സാധനം വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ വളരെ നന്നായി പാക്ക് ചെയ്ത് വളരെ ആദരവോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ആ അവകാശം തിരിച്ചു കൊടുത്തതുകൊണ്ട് നിങ്ങളെ ബാധ്യത നിർവഹിച്ചവനായി. അതിന്റെ പുറമെ അത് തിരിച്ചു കിട്ടിയ ഈ മുതലാളി അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയ ഈ നേതാവ് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇരിക്കൂ, ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ സൽക്കാരം നടത്തി. നേരെ മറിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സാധനം ഈ ബഹുമാനവും ആദരവൊന്നുമില്ലാതെ, നിങ്ങളത് വേണ്ടപോലെ കവർ ചെയ്യാതെ, അത് വേണ്ടതുപോലെ പെട്ടിയിലാക്കാതെ, അത് അതിൻ്റെതായ ബഹുമാനാദരവ് കാണിക്കാതെ നിങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുന്നിലും എറിഞ്ഞു കൊടുത്തു. അങ്ങനെ എറിഞ്ഞു കൊടുത്താൽ ആ നേതാവിന്റെ, ആ രാജാവിന്റെ, അല്ലെങ്കിൽ ആ പണക്കാരന്റെ, ആ മുതലാളിയുടെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ആ വകയിൽ വല്ല പ്രതിഫലവും ലഭിക്കുമോ? നിങ്ങൾക്ക് ആ വകയിൽ വല്ല സമ്മാനവും ലഭിക്കുമോ? ഒരിക്കലും തന്നെ ലഭിക്കുകയില്ല. സമ്മാനം ലഭിക്കണമെങ്കിൽ ആദരവോടെ, സ്നേഹത്തോടെ, നല്ല ഭക്തിയോടെ കൈവശത്തിൽ കൊടുത്തെങ്കിലേ, മുന്നിലെത്തിച്ചെങ്കിലേ അംഗീകാരമുള്ളൂ, പ്രതിഫലമുള്ളൂ, സമ്മാനമുള്ളൂ. ഇതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് നല്ല ഭക്തിയോടെ നിസ്കരിച്ചാൽ, ആ നിസ്കരിക്കുന്ന രാജാവിന്റെ മുന്നിൽ സ്നേഹബഹുമാനത്തോടെ നിസ്കാരം സമർപ്പിച്ചാൽ ആ റബ്ബ് നിസ്കാരത്തിന് തരുന്ന പ്രതിഫലം ചെറുതല്ല കേട്ടോ, അതിന്റെ സമ്മാനം വലുതാണ്. അതാണ് നിസ്കാരത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞത്. നേരെ മറിച്ചതില്ലാതെയാണെങ്കിൽ നിസ്കാരത്തിന് പ്രതിഫലമില്ല, മറിച്ച് നിസ്കരിച്ചവന് ആക്ഷേപമാണ്. എന്തേ ഒരാദരവും ബഹുമാനവും ഇല്ലാത്ത നിസ്കാരം? അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ഭക്തിയോടെ നിസ്കരിച്ചിരിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ ഭക്തിയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് നിസ്കാരത്തെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുകയാണ്, ഓ ജനങ്ങളെ, നിസ്കാരമെന്നത് നിങ്ങളൊരു ജീവിയെപ്പോലെ കാണണം. ഒരു ജീവി, നിസ്കാരമെന്നത് ഒരു ജീവിയെപ്പോലെ നിങ്ങൾ കാണണം. എങ്ങനത്തെ ജീവി? ഒരു വലിയ രാജാവിന്റെ മുന്നിൽ
ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ കൊണ്ടുപോയി കാഴ്ചയായി വെച്ചു കൊടുക്കുന്ന ഒരു ജീവിയെപ്പോലെ നിങ്ങൾ നിസ്കാരത്തെ കാണണം. മഹാനവറുകൾ പറയുകയാണ്, എന്തേ അന്നലി സ്വലാത്തി സൂറത്തൻ സവ്വറഹാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുഹു നിസ്കാരത്തിന് ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, ഒരു ജീവിയുടെ രൂപം. അതേതുപോലെ കമാ സവ്വറൽ ഹയവാന മസലൻ, ഒരു ജീവിക്ക് ഒരു രൂപം അല്ലാഹു തആല കൊടുത്തതുപോലെ നിസ്കാരത്തിന് അല്ലാഹു തആല ഒരു പ്രത്യേക രൂപം കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ? ഫൽ ഇഖ്ലാസു വന്നിയ്യതു ഫിഹാ യജ്രി മജ്റർ റൂഹി. ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനാണ്, ആ ജീവിയുടെ ആത്മാവാണ്. ഇതുപോലെ നിസ്കാരം എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന സമയത്ത് എന്റെ രാജാവിന്റെ മുന്നിൽ ഞാൻ കാണിക്കുന്ന അങ്ങേയറ്റത്തെ താഴ്മയാണ്, അങ്ങേയറ്റത്തെ വണക്കമാണ് എന്ന നിലക്ക് പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന റബ്ബിന് വണങ്ങുന്നു എന്ന ആ പരിപൂർണമായ നിയ്യത്തും പരിപൂർണമായ ഇഖ്ലാസും ആ നിസ്കാരത്തിന്റെ നിയ്യത്തുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന് വേണ്ടി അങ്ങേയറ്റത്തെ വണക്കമായ നിസ്കാരം നിർവഹിക്കുകയാണ് എന്ന മനസ്സിലെ കരുത്തും ആ ഇഖ്ലാസും, അതാണ് നിസ്കാരത്തിന്റെ ആത്മാവ് കേട്ടോ, അത് ജീവനാണ്. എന്നാൽ പിന്നെ നൃത്തവും ഇരുത്തവും സുജൂദുമൊക്കെയോ മഹാനവറുകൾ പറയുന്നു, വൽ ഖിയാമു വൽ ഖുഊദു യജ്രി മജ്റൽ ബദനി. അതേ നൃത്തവും ഇരുത്തവും, നിസ്കാരത്തിലെ ഇരുത്തവും നൃത്തവും അതേതുപോലെയാണ്, അത് നിസ്കാരത്തിന്റെ ശരീരം പോലെയാണ്. ഇഖ്ലാസും നിയ്യത്തും ആത്മാവ് പോലെയാണ്, ഇരുത്തവും നൃത്തവും നിസ്കാരത്തിന്റെ ശരീരം പോലെയാണ്. എന്നാ റുകൂഉം സുജൂദുമോ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വറുകൂഉ വസ്സുജൂദു യജ്രി മജ്റർ റഅസി വൽ യദി വൽരിജ്ലി. നിസ്കാരത്തിന്റെ കൈയും കാലും തലയും, അത് നിസ്കാരത്തിന്റെ കൈയും കാലും തലയും അത് സുജൂദും റുകൂഉമാണ്. സുജൂദും റുകൂഉം അതിന്റെ കൈയും തലയും കാലും പോലെയാണ്. ഇനി മഹാനവറുകൾ പറയുന്നത് ശ്രദ്ധിച്ചോ, വഇക്മാലുർ റുകൂഇ വസ്സുജൂദി ബിത്തുമൈനീനതി. സുജൂദ് കൊണ്ടും സുജൂദിലും റുകൂഇലും ഇത്തിദാലിലും ഇടയിലെ ഇരുത്തത്തിലുമൊക്കെ നിങ്ങൾ തുമൈനീനത്ത് എന്ന് പറയുന്ന ഒരു അടങ്ങി താമസിക്കലില്ലേ, ആ അടങ്ങി താമസിക്കൽ കൊണ്ടുള്ള പരിപൂർണത എന്ന് പറയുന്നത്, ആ പരിപൂർണത തഹ്സീനുൽ ഹൈഅതി, അതിന്റെ രൂപഭാവം നന്നാക്കി ചെയ്യുക എന്നത് യജ്രി മജ്റാ ഹുസ്നിൽ അളാഇ, അത് അംഗത്തിന്റെ ഗുണം പോലെയാണ്. എന്ന് പറഞ്ഞാൽ സുജൂദ് ശരിക്ക് തുമൈനീനത്തോടുകൂടെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, സുജൂദിൽ വേണ്ടാത്ത അനക്കമനങ്ങിയാൽ, റുകൂയിൽ വേണ്ടാത്ത ചലനം ചലിച്ചാൽ, റുകൂയിൽ വേണ്ടതുപോലെ അടങ്ങി താമസിച്ചില്ലെങ്കിൽ, ഇത്തിദാലിൽ വേണ്ടതുപോലെ അടങ്ങി താമസിച്ചില്ലെങ്കിൽ, ഇടയിലെ ഇരുത്തത്തിൽ വേണ്ടതുപോലെ അടങ്ങി താമസിച്ചില്ലെങ്കിൽ, അങ്ങനെ പരിപൂർണമായ നിലക്കത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം വികലാംഗനായ നിസ്കാരമാണ്. അവന്റെ അംഗത്തിന് വൈകല്യമുള്ളതുപോലെയാണ്, അവന്റെ തല ശരിയില്ലാത്തതുപോലെയാണ്. സുജൂദ് ശരിയില്ലെങ്കിൽ, റുകൂ ശരിയില്ലെങ്കിലോ അതേ കാലിന് ശരിയില്ലാത്തതുപോലെ, കൈക്ക് ശരിയില്ലാത്തതുപോലെ, അവയവങ്ങൾ ശരിയാകാത്ത വികലാംഗനെ പോലെയാണ്, വികലാംഗന്റെ ശരീരം പോലെയാണ് അവനവന്റെ സുജൂദും റുകൂഉം വേണ്ടതുപോലെയാകാത്ത നിസ്കാരം. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ആ നിസ്കാരത്തിന്റെ ഭംഗി, സുജൂദിന്റെ ഭംഗി, റുകൂഇന്റെ ഭംഗി, ഇത്തിദാലിന്റെ ഭംഗി, ഇടയിലെ ഇരുത്തത്തിന്റെ ഭംഗി, അതെത്രത്തോളമുണ്ടോ അത്രത്തോളം അവയവം പൂർത്തിയായ ജീവിയെ പോലെയാണ്. ഭംഗിയുള്ള അവയവം, ഒത്ത നീളം, ഒത്ത വലിപ്പം, നല്ല ശക്തി, നല്ല കഴിവ്, വിരല് കൂടുതലില്ല, വിരല് കുറഞ്ഞു പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോ അവയവങ്ങളും ശരിക്ക് ക്ലിയറായതുപോലെയാണ്. സുജൂദും റുകൂഉം ഇത്തിദാലും ഒക്കെ ക്ലിയറായി നടക്കുന്ന നിസ്കാരം, ക്ലിയറായ അവയവങ്ങളുള്ള ഒരു ശരീരമുള്ള ജീവിയെ പോലെയാണ്. വല്ലദ്കാർ വത്തസ്ബീഹാത്തുൽ
മൂദഅതു ഫീഹാ തജ്രി മജ്റാലാത്തിൽ ഹിസ്സിൽ മൂദഅതി ഫിർ റഅസി വൽ അവാഇ കൽ ഐനി വൽ ഉദ്നി വഗൈരിഹിമാ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു തരുന്നു. നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളില്ലേ, അല്ലാഹു അക്ബർ എന്ന ദിക്റില്ലേ, അതുപോലെ അത്തഹിയാത്തില്ലേ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയില്ലേ, തസ്ബീഹുകളില്ലേ, അങ്ങനെയുള്ള ദിക്റുകളുണ്ടല്ലോ. ആ ദിക്റുകൾ ഒരു ജീവിയുടെ കേൾവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാത്, കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണ്, അതുപോലെ തന്നെ അതെ അങ്ങനെ അവനവന്റെ തലയിൽ, ഒരു ജീവിയുടെ തലയിൽ വെക്കപ്പെട്ടിട്ടുള്ള കാത്, കണ്ണ് പോലെയുള്ള അവയവങ്ങളെ പോലെയാണ് ദിക്റും തസ്ബീഹുമൊക്കെ. എന്നാൽ വമഅരിഫതു മആനിൽ അദ്കാരി വഹുദൂറുൽ ഖൽബി ഇൻദഹാ യജ്രി മജ്റാ ഖുവത്തിൽ ഹിസ്സിൽ മുദഅതി ഫി ആലാത്തിൽ ഹിസ്സി കഖുവത്തിൽ സമഇ വഖുവത്തിൽ ബസരി വസ്സമി വദ്ദൗഖി ഫി മആദിനിഹാ. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഓ മനുഷ്യ, നീ തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത്, അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. ഏറ്റവും അറിവില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അവൻ അൽഹംദുലില്ലാഹിന്റെ മാന അറിയില്ല, അല്ലാഹു അക്ബറിന്റെ മാന അറിയില്ല, സുബ്ഹാനല്ലാഹിന്റെ മാന അറിയില്ല, അത്തഹിയാത്തിന്റെ മാന അറിയില്ല. അങ്ങനത്തെവർ ഇന്നത്തെ കാലത്ത് വളരെ കുറച്ചാണ്. നമ്മളെ മദ്രസകളിൽ നിന്ന് എല്ലാ കുട്ടികളും അതൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഏതോ ഒരു മനുഷ്യൻ അത് അറിയാത്തവനുണ്ടെങ്കിൽ തന്നെ അവൻ ഇത് ചൊല്ലുന്ന സമയത്ത് ഞാൻ അല്ലാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് സംഭാഷണം നടത്തുകയാണ്. ഈ ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണം. മറ്റ് ചിന്തകൾ അവന്റെ മനസ്സിൽ വന്നു പോകരുത്. നേരെ മറിച്ച് അതിന്റെ അർത്ഥം അറിയുന്നവനാണോ അതിന്റെ അർത്ഥം തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അവൻ ഈ കാര്യങ്ങൾ ചെയ്താൽ അവന്റെ കാതിന് കേൾവിയുള്ളതുപോലെയാണ്, കണ്ണിന് കാഴ്ചയുള്ളതുപോലെയാണ്, മൂക്കിന് മണം സ്വീകരിക്കാനുള്ള ശക്തിയുള്ളതുപോലെയാണ്. അവന്റെ ദിക്റുകൾ അവന്റെ കേൾവിയുള്ള കാത് പോലെയാണ്, അവന്റെ തസ്ബീഹുകൾ കാഴ്ചയുള്ള കണ്ണ് പോലെയാണ്, വാസന ലഭിക്കുന്ന മൂക്ക് പോലെയാണ്. അതേ സമയത്ത് അവൻ ആ തസ്ബീഹ് ചൊല്ലുമ്പോ, അവൻ ദിക്ർ ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ അതിന്റെ ചിന്തയൊന്നും അവനില്ല. അല്ലാഹ് എന്ന ചിന്തയില്ല, റബ്ബിനോടുള്ള സംഭാഷണമാണെന്ന ചിന്തയില്ല. ഈ പറയുന്നതിന്റെ അർത്ഥമൊന്നും അവൻ ആലോചിക്കുന്നില്ല. അവന്റെ അർത്ഥം കമ്പോളത്തിലാണ്, അവന്റെ അർത്ഥം അതാ അവന്റെ ചിന്തയങ്ങ് അങ്ങാടിയിലാണ്, അവന്റെ ചിന്തയങ്ങ് മലയിലാണ്, അവന്റെ ചിന്തയങ്ങ് സംഘടനയിലാണ്, അവന്റെ ചിന്തയങ്ങ് സ്ഥാപനത്തിലാണ്, അവന്റെ ചിന്തയങ്ങ് കുടുംബത്തിലാണ്, അവന്റെ ചിന്തയങ്ങ് വിസയിലാണ്, അവന്റെ ചിന്തയങ്ങ് ജോലിയിലാണ്, അവന്റെ ചിന്തയങ്ങ് കച്ചവടത്തിലാണ്, അവന്റെ ചിന്തയങ്ങ് ദുനിയാവിന്റെ ചിന്തകളിലാണെങ്കിൽ മനുഷ്യ, കേൾവിയില്ലാത്ത കാത് പോലെ, കാഴ്ചയില്ലാത്ത കണ്ണ് പോലെ, അതേ മണം ലഭിക്കാത്ത മൂക്ക് പോലെ നിന്റെ ഈ ദിക്റുകളും തസ്ബീഹുകളും നിന്റെ ഖുർആനോത്തും ഫലവത്തായില്ല കേട്ടോ. കാതുണ്ട് കേൾവിയില്ല, കണ്ണുണ്ട് കാഴ്ചയില്ല, മൂക്കുണ്ട് മണമില്ല. ഇതുപോലെ നിന്റെ നാവ് കൊണ്ട് നീ എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ട്. നിന്റെ മനസ്സിന് സാന്നിധ്യമില്ലെങ്കിൽ നീ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ കാഴ്ചയില്ലാത്ത കണ്ണുപോലെ, കേൾവിയില്ലാത്ത കാതുപോലെ, അതേ നിന്റെ ആ പ്രവർത്തനങ്ങൾ വെറും ബാഹ്യമായ കാഴ്ച മാത്രമായി പോയി. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഓ മനുഷ്യ, വഅലം, നീ ശരിക്കും മനസ്സിലാക്കി വെക്കണം, അന്ന തഖർറുബക ബിസ്സലാത്തി കതഖർറുബി ബഅദി ഖദമി സുൽത്താനി ബിഇഹ്ദാഇ വസീഫത്തിൻ ഇല സുൽത്താൻ. ഒരു വലിയ രാജാവിന്റെ അടുക്കലേക്ക്, ഒരു വലിയ രാജാവിന്റെ അടുക്കലേക്ക് ഒരു അലങ്കൃത വസ്തുവായി, ഒരു വലിയ രാജാവിന്റെ അടുക്കലേക്ക് ഒരു അലങ്കൃത വസ്തുവായി രാജാവിന്റെ സേവനം ചെയ്യുന്ന ഒരടിമ, ആ അടിമ അതാ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയുകയാണ്, അന്ന ഫഖദൽ നിയ്യതി വൽ ഇഖ്ലാസ് മിന സ്വലാത്തി കഫഖദി റൂഹി. നിസ്കരിക്കുന്ന സമയത്ത്
നിന്റെ കൽവിൽ നിയ്യത്തില്ലാതെ ഇഖ്ലാസില്ലാതെയാണെങ്കിൽ രാജാവിനെ കൊണ്ടെടുക്കുന്ന അനധികൃതവസ്തുവായി കൊണ്ടെടുക്കുന്ന ഒരു ജീവനില്ലാതെ രാജാവിനെ കൊടുത്താൽ എങ്ങനെയുണ്ടാകും മോനെ? ഇമാം ഗസാലി തങ്ങൾ പറയാണ്, വൽ മുഹ്ദീലിൽ ജീവത്തിൽ മൈത്തത്തി മുസ്തഹസിഉം ബിസ്സുൽത്താൻ. ചത്ത ശവത്തെ രാജാവിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നവൻ ആ രാജാവിനെ പരിഹസിക്കുന്നവനെ പോലെയല്ലേ? രാജാവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ അദബുകേട് കാണിച്ചവനല്ലേ? ഇഖ്ലാസില്ലാത്ത നിന്റെ നിസ്കാരം, നിയ്യത്തില്ലാത്ത നിന്റെ നിസ്കാരം, അത് ചത്ത ശവം രാജാവിന്റെ മുന്നിൽ കൊണ്ടുകൊടുക്കുന്നതിന് തുല്യമല്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫഖദുർ റുകൂഇ വസ്സുജൂദി യജ്രി മജ്റാ ഫഖദിൽ അവാഇ. നീ സുജൂദിൽ അടങ്ങി നീ സുജൂദ് ചെയ്യാതെ റുകൂ ചെയ്യാതെ അതൊന്നുമില്ലാത്ത നിസ്കാരമാണെങ്കിൽ നിന്റെ നിസ്കാരം തലയില്ലാത്ത, കാലില്ലാത്ത, കൈയില്ലാത്ത ജീവിയെ രാജാവിന് കൊണ്ടുകൊടുക്കുന്നത് പോലെയല്ലേ? വീണ്ടും മഹാനവറുകൾ ചോദിക്കുകയാണ്, വഫഖദുൽ അദ്കാരി യജ്രി മജ്റാ ഫഖദിൽ ഐനൈനി മിനൽ വസീഫത്തി വജദിൽ അൻഫി വല്ലുദൈനി. ദിക്റും തസ്ബീഹും ഒന്നുമില്ലാത്ത നിസ്കാരമാണെങ്കിൽ കണ്ണില്ലാത്ത, കാതില്ലാത്ത, മൂക്കില്ലാത്ത ജീവിയെ കൊണ്ടുകൊടുക്കുന്നത് പോലെയല്ലേ? ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, وعدم حضور القلب وغفلته عن معرفة معاني القراءة والأذكار كفقد السمع والبصر مع بقاء جرم الحدقة والأذن. ഓബോനെ, നീ തസ്ബീഹ് കൊണ്ടുവരുന്നുണ്ട്, ദിക്ർ കൊണ്ടുവരുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ നീ അതിന്റെ അർത്ഥം ചിന്തിക്കാൻ തയ്യാറില്ല. അർത്ഥം നിനക്ക് പഠിക്കാൻ കഴിയും, പക്ഷേ നീ അത് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നില്ല. നീ അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, അത് നിന്റെ മനസ്സിൽ വരുത്താൻ നീ ശ്രമിക്കുന്നില്ല. നീ ഇങ്ങനെ ഒരു ഗഫലത്തിന്റെ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ നിന്നോട് പറയട്ടെ, കാതിന് കേൾവിയില്ലാത്ത ജീവി, കണ്ണിന് കാഴ്ചയില്ലാത്ത ജീവി, മൂക്കിന് മണമില്ലാത്ത ജീവി, കാഴ്ചക്ക് മൂക്കുണ്ട്, കാഴ്ചക്ക് കേൾവിയുണ്ട്, കാഴ്ചക്ക് കണ്ണുണ്ട്, അങ്ങനത്തെ ഒരു ജീവിയെ രാജാവിന് കൊണ്ടുകൊടുക്കുന്നത് പോലെ അല്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ്, വലാ യഖ്ഫാ അലൈക, ഓ ബുദ്ധിയുള്ള മനുഷ്യ, നിനക്ക് അവ്യക്തമല്ലല്ലോ, അന്ന മൻ അഹ്ദാ വസീഫതൻ ബിഹാദിഹി സിഫതി കൈഫ യകൂനു ഹാലുഹു ഇൻദ സുൽത്താൻ. ഒരു രാജാവിന്റെ മുന്നിൽ കാതില്ലാത്ത, കണ്ണില്ലാത്ത, അല്ലെങ്കിൽ കാതിന് കേൾവിയില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, അതുപോലെ മൂക്കിന് മണമില്ലാത്ത, അല്ലെങ്കിൽ കയ്യും കാലുമില്ലാത്ത, അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു ജീവിയെ അലങ്കൃത വസ്തുവായി ഒരു രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി ഹദിയ കൊണ്ട് കൊടുത്താൽ ആ രാജാവിൽ നിന്ന് ഈ അടിമയ്ക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും മോനെ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നീ മനസ്സിലാക്കിയിട്ടില്ലേ? നിസ്കാരം എന്ന് പറയുന്നത് അത് നിന്റെ രാജാവിന്റെ മുമ്പിൽ നീ സമർപ്പിക്കുന്ന വലിയ ഒരു വണക്കമാണ്. ആ വലിയ വസ്തു ഒരു ജീവിയെ പോലെയാണ്. ആ ജീവിക്ക് തലയും കാലും കൈയും ആത്മാവും ഒക്കെയുള്ള ഒരു ജീവി, അതുപോലെ കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി, ആ ജീവിയെ പോലെയാണ് നിസ്കാരം. ആ നിസ്കാരം മനസ്സാന്നിധ്യമില്ലാതെ, അച്ചടക്കമില്ലാതെ നീ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ സുബ്ഹാനല്ലാഹ്, ആ റബ്ബിൽ നിന്ന് നിനക്ക് സമ്മാനം കിട്ടുമോ? അല്ല, നിന്നോട് റബ്ബിന് വെറുപ്പാകുമോ? അതുകൊണ്ട് മോനെ, നീ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. അതേ, വഅലം, നീ മനസ്സിലാക്കണം, അന്ന ഖൗലൽ ഫഖീഹി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വാക്ക്, ഫി സ്വലാത്തി നാഖിസത്തി അബ്ആലുഹാ വസുനനുഹാ ഇന്നഹാ സഹീഹത്തുൻ. ഫിഖഹിന്റെ കിതാബ് ഓതിയവർ കാണും, അതേ അബ്ആലുകളും സുന്നത്തുകളും ഒക്കെ ഇല്ലാത്ത നിസ്കാരവും സഹീഹ് തന്നെ, അതുപോലെ ഖുശൂ ഇല്ലെങ്കിലും നിസ്കാരം സഹീഹ് തന്നെ എന്ന് കണ്ടാൽ നീ മനസ്സിലാക്കണം, ആ ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കഖൗലി തബീബി, ഒരു ഡോക്ടർ പറയും പോലെയാണത്. ഫിൽ വസീഫത്തിൽ മഖ്തുഅത്തി അത്റാഫുഹാ ഇന്നഹാ ഹയ്യത്തുൻ വലൈസത് ബിമൈതത്തിൻ.
കാത് അരിഞ്ഞു പോയൊരു ജീവി, മൂക്കരിഞ്ഞു പോയൊരു ജീവി, കണ്ണരിഞ്ഞു പോയൊരു ജീവി, അതിനെ ഡോക്ടർ കണ്ടാ പറയും അത് ജീവി തന്നെയാണ്, അത് ജീവി തന്നെയാണ് എന്ന് പറയും. പക്ഷേ ആ ജീവിയെ ഒരാൾക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ? ഇതുപോലെ നിന്റെ നിസ്കാരത്തിൽ ശരിയായ ചിന്തയില്ലാത്ത നിസ്കാരമായാൽ നിന്റെ നിസ്കാരം കണ്ണും മൂക്കുമൊക്കെ പോയാലും ജീവനുള്ളതാണെന്ന് ഡോക്ടർമാര് പറയും പോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് ജീവിയാണെന്ന് പറഞ്ഞു എന്നല്ലാതെ അതൊരാളെ മുന്നിൽ വെക്കാൻ പറ്റുന്ന വസ്തുവല്ല കേട്ടോ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നീ ചിന്തിക്കുന്നുണ്ടോ നിന്റെ രാജാവിന്റെ മുമ്പിൽ നിനക്ക് സ്നേഹം കിട്ടാൻ, രാജാവിന്റെ സമ്മാനം കിട്ടാൻ ഈ കാതും കണ്ണുമൊക്കെ മുറിച്ചെടുത്തൊരു വസ്തു കൊണ്ടുപോയി വെച്ചാൽ മതിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണ്? നീ മനസ്സിലാക്കണം, ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് ഹദീസിൽ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിക്ക് പൂർത്തീകരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, റുകൂഉം സുജൂദും ഒന്ന് ശരിക്ക് പൂർത്തീകരിച്ചൊരു മനുഷ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ, വലൽ ഖിറാഅത ഫീഹാ അതിലുള്ള ഓത്ത് വേണ്ടതുപോലെ ഓതിയിട്ടില്ലെങ്കിൽ, കാലത്ത് നിസ്കാരം പറയും, ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, എന്നെ നീ പാഴാക്കിയതുപോലെ അല്ലാഹ് നിന്നെയും പാഴാക്കട്ടെ എന്ന് നിസ്കാരം പറയും. പിന്നീട് ആ നിസ്കാരം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ നിന്റെ നിസ്കാരത്തിന് വല്ലാത്ത ഇരുട്ടാണ്, പ്രകാശമുള്ള നിസ്കാരമല്ല. ആ നിസ്കാരം മേൽപോട്ട് കൊണ്ടുപോകുമ്പോ ആ നിസ്കാരത്തിനു വേണ്ടി പടച്ചവന്റെ ആകാശം സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെടുകയില്ല. നിസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല. പിന്നെയോ ആ നിസ്കാരം നിസ്കരിച്ചവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ് കേട്ടോ. നിസ്കരിച്ചവന്റെ മുഖത്തേക്ക് ആ നിസ്കാരം വലിച്ചെറിയർ കൊടുക്കും. നിസ്കാരം കൊണ്ട് ഫലമില്ല. ഈ ഹദീസ് മഹാനവറുകൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ നിസ്കാരം റബ്ബിന്റെ മുമ്പിൽ ഹദിയ കൊടുത്തവൻ അവനെ വിരട്ടി ഓടിക്കലല്ലേ അതിന്റെ ഫലം. അതുകൊണ്ട് നീ കീറിപ്പറച്ച തുണിയുമായി നീ ഒരു മനുഷ്യന് ഹദിയ കൊടുക്കാൻ പോവുകയില്ലല്ലോ. അതുപോലെ നീ വികലാംഗയായ സാധനവുമായി, അതാ വൈകല്യമുള്ള വസ്തുവുമായി റബ്ബിന്റെ നിസ്കാരത്തിലേക്ക് പോകല്ല കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നീ പരിപൂർണമായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അത് പറയുമ്പോ അല്ലാഹുവാണ് വലിയവൻ, അതല്ലാതെ മറ്റൊന്നും വലുതല്ല എന്ന് നിന്റെ മനസ്സിൽ പൂർണ്ണമായി ഉണ്ടാകണം. അങ്ങനെ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അവൻ മാത്രമേ വലിയവനുള്ളൂ. ഇത് ഉറപ്പിച്ചുകൊണ്ട്, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പറയണം അല്ലാഹു അക്ബർ. നീ റുകൂഉം സുജൂദും ചെയ്യുമ്പോ നീ പരിപൂർണമായി നീ ഖുശൂഅോടുകൂടെ ചെയ്യണം. മറ്റൊന്നുമില്ല. അല്ലാഹുവിന് വേണ്ടി ഞാൻ കുനിയുകയാണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ സാഷ്ടാംഗം ചെയ്യുകയാണ്, അല്ലാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ കുനിയുകയാണ്, നീരുകയാണ്. ഈ ചിന്തയിൽ നീ കുനിയുകയും നീരുകയും വേണം. വേറൊരു ചിന്തയിൽ കുനിയുകയും നീരുകയും ചെയ്യരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് നിന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയണം. വലാ തഖുൽ വഇയ്യാക നസ്തഈൻ എന്ന് നീ പറയുമ്പോ നീ ഒരിക്കലും പറഞ്ഞു പോകരുത് ഇല്ലാ വഅൻത മുസ്തശ്ഇറുൻ വഅഫക വഅജ്സക, നിന്റെ ദൗർബല്യവും നിന്റെ കഴിവുകേടും നിന്റെ മനസ്സിൽ ശരിക്ക് ചിന്തിച്ചുകൊണ്ടാകണം. വഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹ്.
ഏത് കാര്യവും നിന്നിൽ നിന്നല്ലാതെ ഇല്ല, നിന്നെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് പരിപൂർണമായി അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് നീ ഇയ്യാക നസ്തഈൻ എന്ന് പറയണം. വഅന്നഹു ലൈസ ഇലൈക വലാ ഇലാ ഗൈരിക മിനൽ അംരി ശൈഇ, നിന്നിലേക്കല്ലാതെ ഒന്നിനും അധികാരമില്ല. ഇങ്ങനെ ഓരോ ദിക്റും കൊണ്ടുവരുമ്പോൾ നിന്റെ മനസ്സിൽ അത് സാന്നിധ്യം വെച്ചുകൊണ്ട് തന്നെ നീ പറയണം, മോനെ ഫജാഹിദ് നഫ്സക. ഇത് പറയുമ്പോ ചിലർക്ക് സംശയമുണ്ടാകും, അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ സഹോദര, മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചോ. നിസ്കാരത്തിൽ മറ്റൊരു ചിന്തയും വരാതെ എനിക്ക് റബ്ബേ നീയുമായുള്ള സംഭാഷണം അത് ഞാൻ ആകെ 4-5 മിനിറ്റ് നടത്തുമ്പോ അത് പൂർണ്ണമായി നിന്നിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് തന്നെ നടത്താനുള്ള തൗഫീഖിന് റബ്ബിനോട് പ്രാർത്ഥിച്ചോ. ആ തൗഫീഖ് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിനക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് നീ ആലോചിച്ചോ. അത് കിട്ടാൻ വേണ്ടി നീ നിന്റെ റബ്ബിനോട് തന്നെ പ്രാർത്ഥിച്ചോ. ആ പ്രാർത്ഥിച്ചുകൊണ്ട് നീ നിസ്കരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫജാഹിദ് നഫ്സക ഫീ അൻ തറുദ്ദ ഖൽബക, നിന്റെ മനസ്സിനെ ഇല സ്വലാത്തി ഹത്താ ലാ തഗ്ഫല മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ ഫഇന്നഹു ലാ യുക്തബു ലിർറജുലി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. നിന്റെ നിസ്കാരത്തിൽ നിന്ന് ബോധത്തോടുകൂടെ നീ നിസ്കരിച്ചത് മാത്രമേ നിനക്ക് റിക്കാർഡിൽ പ്രതിഫലത്തിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ മറ്റൊരു ചിന്ത വരാത്ത നിലക്ക് നിന്റെ നിസ്കാരത്തിൽ നീ മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിച്ചോ. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഇൻ തഅദ്ദറ അലൈക്കൽ ഇഹ്ളാർ, നിനക്കങ്ങനെ നിന്റെ മനസ്സിൽ പൂർണ്ണമായി നിസ്കാരം തുടങ്ങിയത് മുതൽ അവസാനം വരെ നിസ്കാരത്തിൽ തന്നെ ചിന്ത കൊണ്ടുവന്നുകൊണ്ട് നിസ്കരിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ നിനക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വമാ അറാക ഇല്ലാ കദാലിക്, ദുർബലരായ നമ്മെ മനസ്സിലാക്കി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ല, നീ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നിനക്ക് നിസ്കാരത്തിന്റെ തുടക്കം മുതൽ നിസ്കാരത്തിന്റെ അവസാനം വരെ മനസ്സിൽ നിസ്കാരം മാത്രം ചിന്തിച്ച് നിസ്കരിക്കാൻ കഴിയാത്ത ദുർബലനായിരിക്കും നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മനസ്സ് ദൗർബല്യമുള്ളതാണെങ്കിൽ മനുഷ്യ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന മനുഷ്യനോട് പറയാണ്, നിനക്കങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളിൽ പലരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി നിങ്ങൾ പറയാണ്, ഫഇൻ കാന ഖദുൽ ഖഫലതി മിഖ്ദാറ റകഅതൈനി, നിന്റെ നിസ്കാരത്തിൽ നീ 4 റകഅത്ത് നിസ്കരിക്കുന്നതിൽ 2 റകഅത്തിന്റെ സമയം നിന്നോട് വേറെ പലതും ശ്രദ്ധിച്ചുപോയി. 2 റകഅത്തിന്റെ സമയം നിനക്ക് അല്ലാഹുവിൽ തന്നെ ചിന്ത കൊണ്ടുവരാനും സാധിച്ചു. അങ്ങനെ 4 റകഅത്തുള്ള നിസ്കാരത്തിൽ 2 റകഅത്ത് സമയം നിനക്ക് നിസ്കാരം തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. നിന്റെ നിസ്കാരത്തിന്റെ ആകത്തുകയിൽ ഒരു 2 റകഅത്തിന്റെ സമയം നിസ്കാരമല്ലാത്ത പലതും നിന്റെ ഖൽബിലേക്ക് കടന്നുപോയി. അങ്ങനെ ഒരു ദൗർബല്യം നിനക്ക് സംഭവിച്ചു പോയാൽ നീ എന്ത് ചെയ്യണം? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ഉപദേശിക്കുകയാണ്, സഹോദര, നിന്റെ ഈ താഴ്ന്ന ദുനിയാവും ചിന്തിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. നിന്റെ ഈ താഴ്ന്ന ദുനിയാവിനെയല്ല പൂജിക്കേണ്ടത്. ദുനിയാവിലുള്ള കാര്യങ്ങളല്ല ആലോചിക്കേണ്ടത്. അവനവന്റെ ആഖിറത്തെ കുറിച്ചാണ് മനുഷ്യൻ ആലോചിക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. റബ്ബിനെയാണ് നമുക്ക് കണ്ടുമുട്ടാനുള്ളത്. ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അമലി, ആദ്യമായി ചോദിക്കപ്പെടുന്ന അമലി, അത് നിസ്കാരമാണ് സഹോദര. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ കുറിച്ച് ശരിക്കും ചിന്തിച്ചോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലാ തുഅദിസ് സ്വലാഹ്, നീ ഒരു നിസ്കാരം നിർവഹിച്ചിട്ട് ആ നിസ്കാരത്തിൽ ഒരു 2 റകഅത്തിന്റെ സമയം മൊത്തത്തിൽ നിസ്കാരമല്ലാത്ത ചിന്തിച്ചുപോയി. മറ്റുള്ള സമയം നിസ്കാരം തന്നെ ചിന്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു നിസ്കാരം നിനക്ക് നിർവഹിച്ചു കഴിഞ്ഞാൽ നീ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണ്ട. ആ നിസ്കരിച്ച് നീ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയട്ടെ, ഈ പറ്റിയ ദൗർബല്യത്തിനൊരു പരിഹാരം വേണ്ടേ? അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട 4 റകഅത്ത് നിസ്കാരം, ആ 4ൽ 2ന്റെ സമയമല്ലേ അള്ളാനെ ചിന്തിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം നീ ദുനിയാവ് ചിന്തിച്ചു പോയില്ലേ? അപ്പൊ വേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ. ആ നിസ്കാരം പരിപൂർണമായിട്ടില്ലല്ലോ. ഇതുകൊണ്ട് ശരിക്കും നിന്റെ കടപ്പാട് വീടുന്നില്ലല്ലോ.
കണക്കിന് കർമ്മശാസ്ത്രം അനുസരിച്ച് നീ അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. പിന്നെ നീ എന്ത് ചെയ്യണം? വലാകിൻ ഇഫ്ഹം, നീ മനസ്സിലാക്കി വെച്ചോ, അന്നൻ നവാഫില ജവാബിറുൽ ഫറായിദ്, ഫർള് നിസ്കാരത്തിന് വല്ല ന്യൂനതയും സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന മൂമിനായ മനുഷ്യന് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ച, മൂമിനായ മനുഷ്യന് കാരുണ്യം ചെയ്യുന്ന ലോകത്തിന്റെ അധിപനായ റബ്ബില്ലേ, ആ റബ്ബ് അത് പരിഹരിക്കാനുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ? ആ വ്യവസ്ഥ നീ ജീവിതത്തിൽ പകർത്തണം. അതെന്താണ് അതിനുള്ള വ്യവസ്ഥ? അന്നൻ നവാഫില ജവാബിറുൽ ഫറായിദ്, ഫർള് നിസ്കാരങ്ങളിലുള്ള ന്യൂനതകൾ പരിഹരിക്കാനുള്ള വിഷയം അത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫതനഫൽ ബിമിഖ്ദാരി അൻ യഹ്ദുറൽ ഖൽബു ഫീഹാ ഫീ മിഖ്ദാരി റക്അതൈനി. നിനക്ക് ഫർള് നിസ്കരിക്കുമ്പോ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയമല്ലേ ശ്രദ്ധ തെറ്റിപ്പോയത്? ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം സുന്നത്ത് നിസ്കാരം നീ നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാരത്തിലും നിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയത്തിന്റെ അത്ര അല്ലാഹുവിലും ദിക്റിലും തന്നെ ചിന്തിക്കുന്ന നിലക്കുള്ള റക്അത്ത് അത് നിനക്കൊരു 20 റക്അത്ത് കൊണ്ടാണോ സാധിക്കുന്നതെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കുക. അതിലൊരു 2 റക്അത്തിന്റെ സമയം അല്ലാഹുവിലുള്ള ചിന്തയിൽ തന്നെ നിനക്ക് ലയിക്കാൻ സാധിച്ചാൽ നിനക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ 2 റക്അത്തിന് ഈ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആല പരിഹാരം നീ സ്വീകരിക്കും. അതുകൊണ്ട് നീ സുന്നത്ത് നിസ്കാരം ഭക്തിയോടെ വർദ്ധിപ്പിക്കുക. ഫകുല്ലമാ സാദത്തുൽ ഗഫലതു, അശ്രദ്ധ എത്രത്തോളം കൂടുതൽ വരുന്നുണ്ടോ, സിദ് ഫിൻ നവാഫിലി, നീ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചു. ഹത്താ യഹ്ദുറ ഖൽബുക, നിന്റെ മനസ്സ് അതിൽ തന്നെ ഹാജരായി കിട്ടാൻ നീ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചു. മസലൻ, ഉദാഹരണം പറഞ്ഞാൽ ഫീ അശ്രി റക്അത്തിൻ ബിമിഖ്ദാരി 40 റക്അത്തിൻ, 10 റക്അത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു 4 റക്അത്തിന്റെ അത്ര നിനക്ക് ഭക്തിയോടെ നിർവഹിക്കാൻ സാധിച്ചാൽ വഹുവ ഖദ്റു ഫർളിക, അത് നിന്റെ ഫർളിന്റെ അത്രയാണത്, ഖദ്റാണത്. അത്ര നീ സുന്നത്ത് നിസ്കരിച്ചത് പരിഹരിച്ചു. ഫമിൻ റഹ്മത്തില്ലാഹി തആല അലൈക, അല്ലാഹു നിനക്ക് ചെയ്യുന്ന റഹ്മത്തിൽ പെട്ടതാണ് അൻ ഖബില മിൻക ജബറാനൽ ഫറായിദ് ബിൻ നവാഫിലി, സുന്നത്ത് നിസ്കാരം കൊണ്ട് ഫർളിന്റെ ന്യൂനത അല്ലാഹു നിനക്ക് പരിഹരിച്ചു തരുന്നു എന്നത് ഇത് നീ മനസ്സിലാക്കി വെച്ചോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് ഭക്തിപൂർവമുള്ള നിസ്കാരമായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്നതെന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്കൊരു സ്വലാത്ത് ചൊല്ലി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു ഇന്നത്തെ പ്രസംഗം ഇവിടെ വെച്ച് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനേ. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരിക. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വാദം ഇപ്പോൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കുന്നതാണ്. നമുക്ക് ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ കിതാബിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ സംസാരിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നാം അല്ലാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കുക, അല്ലാഹുവുമായി അടുക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക, അല്ലാഹു തആല വിരോധിച്ചത് കൈയൊഴിക്കുക. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ആ നിലക്ക് നിസ്കരിക്കുകയും ആ നിലക്ക് കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും മാനവും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ ഞാൻ സംസാരിക്കും. നിങ്ങളൊക്കെ ഒരു 3 സ്വലാത്ത് ചൊല്ലണം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചൊല്ലണം 3 സ്വലാത്ത്.